السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അടുത്തു നിന്നും അകലെ നിന്നും ഈ പരിപാടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്രഷ്ടാവ് എന്നെയും നിങ്ങളെയും ഈ കാണുന്ന സർവ്വതിനെയും സൃഷ്ടിച്ച നമ്മുടെ എല്ലാവരുടെയും റബ്ബ് സുബ്ഹാനഹു വ തആല എന്തിനാണോ നമ്മെ സൃഷ്ടിച്ചത്, ആ സൃഷ്ടിപ്പിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന കാര്യമാണ് ബഹുമാന്യനായ ഉസ്താദ് ഇവിടെ വിശദീകരിച്ചത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് ഈ മഹത്തായ അടിസ്ഥാനത്തിന്റെ കാര്യത്തിലാണ്. അല്ലാഹു തആല നമ്മുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിന്റെ കിതാബായ പരിശുദ്ധ ഖുർആനിൽ അനേകം ആയത്തുകൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യനെന്ന നാം നമ്മുടെ സൃഷ്ടിപ്പിന്റെ ആരംഭം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തി. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ദഅഫിൻ ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبة يخلق ما يشاء وهو العليم القدير. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അതേ പ്രിയമുള്ളവരെ, നമ്മൾ ഈ സായാഹ്ന നേരത്ത് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എങ്കിൽ, എന്റെ സംസാരം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ, ഞാൻ ഈ സംസാരിക്കുന്നുവെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മെ സൃഷ്ടിച്ചത്. അല്ലാഹു അല്ലാത്ത ഒരു സൃഷ്ടാവും നമുക്കില്ല തന്നെ. അല്ലാഹു തആല എങ്ങനെയാണ് നമ്മെ സൃഷ്ടിച്ചത്? മിൻ ദഅഫിൻ, ദുർബലരായി കൊണ്ടാണ് അല്ലാഹു നമ്മെ പടച്ചത്. മനുഷ്യരെന്ന ഈ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. നാം എത്ര ദുർബലനാണ് പ്രിയമുള്ളവരെ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സൃഷ്ടിപ്പിന്റെ തുടക്കമൊന്ന് ആലോചിച്ചു നോക്കൂ. തെറിച്ചു വീഴുന്ന ഇന്ദ്രിയ തുള്ളിയിൽ നിന്നും നമ്മുടെ റബ്ബ് നമ്മെ പിന്നീട് രക്തകഷ്ടമായി, അത് പിന്നീട് മാംസകഷ്ടമായി, അങ്ങനെ ദുർബലതയിൽ നിന്നാണ് നമ്മെ പടച്ചത്. എന്നിട്ട് അല്ലാഹു അതാ ആ ദുർബലതയിൽ നിന്ന് നമുക്ക് ശക്തി പകർന്നു നൽകി. നമ്മൾ പിന്നീട് നമ്മുടെ മാതാവിന്റെ ഉദരത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. ഈ വിശാല വിസ്തൃതമായ ഭൂമിയെ കൺകുളിർക്കെ കാണാൻ തുടങ്ങി, അറിയാൻ തുടങ്ങി, നോക്കി മനസ്സിലാക്കുവാൻ തുടങ്ങി. അനേകം കാര്യങ്ങളെക്കുറിച്ച് പടിപടിയായി പഠിച്ചു മനസ്സിലാക്കുവാൻ തുടങ്ങി. പിന്നീട് അതാ പിച്ച വെച്ച് തുടങ്ങുന്നു, എഴുന്നേറ്റ് നിൽക്കുന്നു, നടക്കുന്നു, ഓടുന്നു. അങ്ങനെ അല്ലാഹു തആല നമുക്ക് ശക്തി പകർന്നു നൽകി. എന്നാൽ പ്രിയമുള്ളവരെ, ആ ശക്തി എക്കാലത്തും നിലനിൽക്കുമോ? ചിന്തിച്ചു നോക്കൂ. ചരിത്രം, അതല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ, നമ്മെ പോലെയുള്ളവർ നമുക്കതിനുള്ള ഉത്തരം സമ്മാനിക്കുന്നു. ഇല്ല, ആ ശക്തി, ആ ഖുവ്വത്ത് നിലനിൽക്കുകയില്ല. മറിച്ച് ആ ഖുവ്വത്തിൽ നിന്നും അല്ലാഹു തആല വീണ്ടും
ദുർബലതയിലേക്ക് നമ്മെ പരിവർത്തിപ്പിക്കും. അതാ താടി നരക്കുന്നു, തല നരക്കുന്നു, വാർദ്ധക്യത്തിൽ എത്തുന്നു, നമുക്ക് പ്രായമാകുന്നു. നല്ല യൗവനം അത് പിന്നീട് ക്ഷയിച്ചു വരുന്നു, എല്ലുകൾക്ക് ക്ഷയം ബാധിക്കുന്നു. മനുഷ്യനെന്ന വലിയ അട്ടഹാസത്തിൽ ശബ്ദങ്ങൾ മുഴക്കിയിരുന്ന, ഘോരഘോരം സംസാരിച്ചിരുന്ന, എല്ലാറ്റിനും പോന്ന മനുഷ്യനെന്ന ആ സൃഷ്ടിയത പിന്നീട് ദൗർബല്യത്തിലേക്ക് പടിപടിയായി മടങ്ങുകയാണ്. എന്തൊരു മനോഹരമായ ഉദാഹരണമാണ് പ്രിയമുള്ളവരെ, ഉപമയാണ് പ്രിയമുള്ളവരെ, അല്ലാഹു തആല നമുക്ക് നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത് എന്ന് നോക്കൂ. നമ്മുടെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നത് പോലെ സൃഷ്ടിക്കും. അവൻ അൽ അലീമാണ്, എല്ലാം അറിയുന്നവനാണ്. അവൻ അൽ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ആ റബ്ബിന്റെ അടിമകളാണ് പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും. നമ്മൾ ഓരോരുത്തരും ഇതാ ജീവിക്കുന്നു. വർഷങ്ങളായി നാം ഈ ഭൂലോകത്തുണ്ട്. നമ്മളിങ്ങനെ ജീവിച്ചു പോവുകയാണ്. നോക്കൂ, ഈ റോഡുകളിലേക്ക് നോക്കിയാൽ കാണാം, ഓരോരുത്തരും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നടത്തവും ഈ യാത്രയും ഈ പറഞ്ഞ രൂപത്തിലുള്ള പ്രയത്നവും ജോലിയും അധ്വാനവുമെല്ലാം എങ്ങോട്ടേക്കാണ് പ്രിയമുള്ളവരെ? എവിടേക്കാണ് ഈ പോക്ക്? എന്താണ് ഈ പോക്കിന്റെ പിന്നിലുള്ള ലക്ഷ്യം? എന്തിനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പടച്ചത്? ഇങ്ങനെ ഒരുപാട് കാലം ജീവിച്ചു, എന്നിട്ട് അങ്ങനെ മരിച്ചു തീരലാണോ? അങ്ങനെ തീർന്നാൽ മതിയോ? അങ്ങനെ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടിയോ, അതല്ലെങ്കിൽ കിട്ടുമോ? ഈ ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം, വ്യക്തവും സ്പഷ്ടവുമായ ഉത്തരം നൽകാൻ നമ്മെ സൃഷ്ടിച്ച ആകാശഭൂമികളുടെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ, പരിശുദ്ധ ഇസ്ലാമിനല്ലാതെ സാധ്യമല്ല. പ്രിയമുള്ളവരെ, എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ പിന്നിലുള്ള അർത്ഥം? എന്തിനാണ് നാം ജീവിക്കുന്നത്? എന്താണ് ഈ ജീവിതത്തിന്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ? ഈ ജീവിതം കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഇവിടെയുള്ള പരീക്ഷണങ്ങൾക്കും പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ശേഷം അതിൽ നിന്നൊരു തുറവി, ആശ്വാസം, ഒരു സമാധാനം, ഒരു നീതി. അതിക്രമിക്കപ്പെട്ടവന്, കൊല്ലപ്പെട്ടവന് നീതി വേണ്ടേ പ്രിയമുള്ളവരെ? ഈ ലോകത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവിച്ചവർക്ക് ശാന്തിയും സമാധാനവും ആശ്വാസവും വേണ്ടേ പ്രിയമുള്ളവരെ? എവിടെ നിന്ന് ലഭിക്കും? എന്താണ് ഈ ജീവിതത്തിന്റെ അപ്പുറത്തേക്കുള്ള രഹസ്യം? പരിശുദ്ധ ഇസ്ലാമിനല്ലാതെ, ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് നമ്മുടെ റബ്ബ് അല്ലാഹു തആലക്കല്ലാതെ, നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, നമ്മെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന നമ്മുടെ റബ്ബിനല്ലാതെ അത് പറഞ്ഞു തരാൻ സാധ്യമല്ല പ്രിയമുള്ളവരെ. അല്ലാഹുവിന്റെ കിതാബ് പരിശുദ്ധ ഖുർആൻ അതാ അതിവിശാലമായി വിശദീകരിക്കുന്നു. അല്ലാഹു അയച്ച നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ഈ സമുദായത്തിന്റെ നേതാക്കന്മാർ, സഹാബികൾ അതാ ജീവിച്ചു കാണിച്ചു നൽകുന്നു. പ്രിയമുള്ളവരെ, ആ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക്, അതിന്റെ അർത്ഥ തലങ്ങളിലേക്ക് എന്റെയും നിങ്ങളുടെയും ശ്രദ്ധ തിരിക്കാനാണ് ഇൻഷാ അല്ലാഹ് മഗ്രിബ് നിസ്കാര ശേഷമുള്ള ഏതാനും ചില സമയം നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കാനും പഠിക്കാനും അത് പിൻപറ്റുവാനും മരണം വരെ സത്യം മുറുകെ പിടിച്ച് ജീവിക്കുവാനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഒരു എളിയ പ്രയത്നം നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് മഗ്രിബ് നിസ്കാര ശേഷം എല്ലാവരും വേഗത്തിൽ സദസ്സിലേക്ക് വരണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ്
وعلى آله وأصحابه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അടുത്തു നിന്നും അകലെ നിന്നും ഈ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട പരമപ്രധാനമായ യാഥാർത്ഥ്യമായിരുന്നു മഗ്രിബിന് മുന്നേ ആമുഖമായി സൂചിപ്പിച്ചത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ഓരോരുത്തരും ഈ ദുനിയാവിൽ ഇഹലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ ജനിക്കണം, ആരുടെ മകനായി മകളായി ജനിക്കണം എന്നത് നമ്മളാരും അഭിപ്രായപ്പെട്ടത് കൊണ്ടല്ല നമ്മളിപ്പോഴുള്ള അവസ്ഥയിൽ നാം എത്തിച്ചേർന്നിട്ടുള്ളത്. മറിച്ച് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്. 7 ആകാശങ്ങൾക്ക് മുകളിൽ, അവന്റെ ആർശിന് മുകളിൽ അവൻ ഉപവിഷ്ടനായിരിക്കുന്നു. എന്നാൽ അവന്റെ സൃഷ്ടികളുമായി അവന്റെ അറിവുകൊണ്ടും കഴിവുകൊണ്ടും അവൻ സമീപത്ത് തന്നെയുണ്ട്. നമ്മെ ഓരോരുത്തരെയും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും നമ്മുടെ എല്ലാ ചലനങ്ങളും ശ്വാസോച്ഛ്വാസവും അറിഞ്ഞുകൊണ്ടും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ജനനത്തിലോ ജീവിതത്തിലോ നമ്മുടെ തീരുമാനങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ നമുക്ക് യാതൊരു തിരഞ്ഞെടുപ്പുമില്ല. അതിലൊന്നും യാതൊരു കൈകാര്യകർത്തൃത്വവും നമുക്കില്ല എന്ന പരമപ്രധാനമായ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ നമ്മളിനി സ്വന്തത്തോട് ചോദിക്കേണ്ടത്, പിന്നെ നാം ആരുടെ നിയന്ത്രണത്തിലാണ്? ആരാണ് നമ്മെ നിയന്ത്രിക്കുന്നത്? ആരാണ് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നത്? ഒരേ ഒരു ഉത്തരമാണ്. അതാണ് ആദ്യത്തെ പ്രഭാഷണത്തിൽ നിങ്ങൾ കേട്ടത്. ആകാശഭൂമികളുടെ സൃഷ്ടാവായ അല്ലാഹു, അവൻ കേവലം മുസ്ലിമീങ്ങളുടെ മാത്രം സൃഷ്ടാവോ നിയന്താവോ ആരാധ്യനോ അല്ല, മറിച്ച് സർവ മനുഷ്യരുടെയും എല്ലാവരുടെയും സൃഷ്ടാവാണവൻ. എല്ലാവർക്കും ഇതാ ഈ സായാഹ്ന സന്ധ്യയിൽ ഈ കാലാവസ്ഥ നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട് എങ്കിൽ, ഈ അടിച്ചു വീശുന്ന കാറ്റ് അത് നമ്മുടെ ദേഹത്ത് തട്ടുന്നുവെങ്കിൽ, സ്പർശിക്കുന്നുവെങ്കിൽ, നമ്മുടെ രോമങ്ങളിലൂടെ അത് തലോടി കടന്നു പോകുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, ആ കാറ്റിനെ അയച്ച, ഈ ആകാശഭൂമികൾ മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിച്ച ഒരേ ഒരു സത്താവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ റബ്ബ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിക്കുകയും
നമുക്ക് വേണ്ട ഉപജീവനങ്ങൾ നൽകുകയും ചെയ്യുന്നവനാണവൻ. എന്നിട്ട് നമ്മെ അവൻ ഇരുട്ടിൽ തപ്പാനായി ഒരു വിട്ടില്ല പ്രിയമുള്ളവരെ, മറിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി. എങ്ങനെ ജീവിക്കണം, എന്താണ് ജീവിതത്തിന്റെ അർത്ഥതലങ്ങൾ, എന്തിനു വേണ്ടിയിട്ടാണ് നാം ജീവിക്കുന്നത്, ആർക്കു വേണ്ടിയാണ് നാം ജീവിക്കുന്നത്, എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം, ഉത്തരം പറയാൻ ഞാൻ തൊട്ടു മുന്നേ സൂചിപ്പിച്ച നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു ഉത്തരം റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയാണ്. അല്ലാഹു തആല നമ്മെ പടച്ചു. ആ പടപ്പിന്റെ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള ലക്ഷ്യമായി അല്ലാഹു പറഞ്ഞു. അല്ലാഹു ഇറക്കി അവന്റെ കിതാബിൽ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗങ്ങളെയും മനുഷ്യരെയും എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള ലക്ഷ്യം അതറിയാതെ, അത് തിരിച്ചറിയാതെ ഈ ലോകത്തിങ്ങനെ ജീവിച്ച് കഴിഞ്ഞു പോയാൽ ഈ ജീവിതത്തിന്റെ അപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അത് യാഥാർത്ഥ്യമാണ്. അത് മിഥ്യാധാരണയല്ല, കെട്ടുകഥകളല്ല, ആരെങ്കിലും പറഞ്ഞ കേവലം വർത്തമാനങ്ങളല്ല, മറിച്ച് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മാതാവിന്റെ ഉദരത്തിൽ, നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ നാം ചെറിയ കുഞ്ഞായി വളർന്നപ്പോൾ, ഒരു ഉദാഹരണത്തിലൂടെ ചോദിക്കട്ടെ, ആ ഗർഭാശയത്തിനുള്ളിൽ നിന്ന് ഒരു കുട്ടി പറയുകയാണ്, ഇതാണ് ലോകം, ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു ലോകമൊന്നുമില്ല, ഇവിടെ ഇങ്ങനെ ഇതാ ഈ ജീവിതം ഇങ്ങനെ ജീവിച്ചു, ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു ഇഹലോകമുണ്ട്, ദുനിയാവുണ്ട്, അവിടെ പളപളപ്പുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന അനേകം കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ആ കുഞ്ഞ് പറയുകയാണ് എന്ന് സങ്കല്പിക്കുക. ഇല്ല, ഒന്നുമില്ല, ഈ ഗർഭാശയത്തിലെ ഇരുട്ടുകൾ മാത്രമാണ് എന്നതാണ് ആ കുട്ടിയുടെ മറുപടിയെങ്കിൽ നമ്മൾ എന്തു പറയും പ്രിയമുള്ളവര്? ബുദ്ധിയുള്ള ഓരോരുത്തരും പറയും അത് വിവരക്കേടാണ്, അത് അജ്ഞതയാണ്. മറിച്ച് ആ കുട്ടിക്ക് അറിയാത്ത അർത്ഥതലങ്ങളുണ്ട്. ഒരു കാലയളവ് കഴിഞ്ഞാൽ ആ കുട്ടി പുറത്തേക്ക് വരും. ആ കുട്ടി പുറത്തേക്ക് വന്നുകൊണ്ട് പിന്നീട് ജീവിക്കും. ഞാൻ കഴിഞ്ഞ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ദുർബലനായി ജനിച്ച്, അങ്ങനെ ദുർബലതയിൽ നിന്ന് റബ്ബ് അവനെ സൃഷ്ടിച്ച സർട്ടാവ് ശക്തി പകർന്നു നൽകി. അങ്ങനെ യൗവനവും നല്ല ചോരത്തിളപ്പും കഴിഞ്ഞ് പിന്നീട് വാർദ്ധക്യത്തിലേക്ക് ആ കുഞ്ഞെത്തും. ഇവിടെ ഇരിക്കുന്ന ഈ പറയുന്ന ഞാനും നമ്മൾ ഓരോരുത്തരും പ്രിയമുള്ളവരെ ഇന്നലകളിലെ ചെറിയ കുഞ്ഞുങ്ങളായിരുന്നില്ലേ? ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർ, വയസ്സായവർ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ മുന്നിലുള്ള കുട്ടികളെ ഒന്ന് നോക്കൂ. ഇന്നലകളിലെ കളിച്ചു നടന്ന ചെറിയ മക്കളായിരുന്നു നമ്മളും. കുറച്ചു കാലങ്ങൾ അങ്ങ് കഴിഞ്ഞപ്പോൾ ആ ചോരത്തിളപ്പ് അസ്തമിച്ചില്ലേ? എല്ലുകൾക്ക് ക്ഷയം ബാധിച്ചില്ലേ? ഒന്നിരിക്കണമെങ്കിൽ ഒരു കൈ കൂടി കസേരയുടെ മുകളിൽ വെക്കേണ്ടി വന്നില്ലേ? ആ കസേരയ്ക്ക് മുകളിൽ പാഞ്ഞു കയറി ചാടിയിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ദുർബലരായി. അതേ പ്രിയമുള്ളവരെ, നമ്മൾ യാത്രയിലാണ്. നമ്മൾ ഓരോരുത്തരും യാത്രയിലാണ്. നാം തുടങ്ങിയ യാത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, മനുഷ്യന്റെ സൃഷ്ടിപ്പ് മിൻഹാ ഖലഖനാകും, മണ്ണിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്. അഥവാ നമ്മുടെ പിതാവ്, നമ്മുടെ ഉപ്പ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ആദമിനെ അല്ലാഹു മണ്ണിൽ നിന്ന് പടച്ചു. ആ മണ്ണിലേക്ക് തന്നെ വീണ്ടും മടങ്ങാനുള്ളവരാണ് ഞാനും നിങ്ങളും. എത്ര എത്ര ആളുകൾ നമ്മുടെ കൂടെ കഴിഞ്ഞുപോയി, എത്ര എത്ര ആളുകളോട് നാം സംസാരിച്ചു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, നമ്മോടൊപ്പം സമയം ചിലവഴിച്ചിരുന്ന, ഒരുമിച്ച് ജീവിച്ചിരുന്ന, വർത്തമാനങ്ങൾ പറഞ്ഞിരുന്ന, കുശലാന്വേഷണങ്ങൾ പങ്കിട്ടിരുന്ന എത്ര എത്ര ആളുകൾ പ്രിയമുള്ളവരെ ഇന്ന് 6 അടി മണ്ണിനടിയിലാണ്. അത് യാത്രയിലാണ്. നാം തുടങ്ങി വെച്ച യാത്ര, ആ യാത്രയിലാണ് നാം ഓരോരുത്തരുമുള്ളത്. ഈ യാത്രക്കൊരവസാനമുണ്ട്. ഈ യാത്രയുടെ അവസാനം എന്താണ് എന്ന് കൃത്യമായി അതാ നമ്മെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. വരാനിരിക്കുന്ന പരലോകമാണ്. ഈ യാത്രക്കപ്പുറത്തേക്ക് ഒരു പരലോകമുണ്ട്, ഒരു സ്വർഗ നരകമുണ്ട്. അല്ലാഹു തആല നമ്മുടെ കർമ്മങ്ങൾ വിചാരണ ചെയ്യും.
നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തുലാസിൽ ഭാരം തൂക്കും. അങ്ങനെ നമുക്ക് രക്ഷാശിക്ഷകളുണ്ട്. പ്രിയമുള്ളവരെ, ഈ യാഥാർത്ഥ്യം പറഞ്ഞു തരാനാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കൾ ഈ ലോകത്തേക്ക്, സമൂഹത്തിലേക്ക് കടന്നു വന്നത്. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ എളിയ പരിശ്രമവുമായി ഞങ്ങളും വന്നിട്ടുള്ളത്. അമ്പിയാക്കൾ ജനങ്ങളോട് പറഞ്ഞതുപോലെ, വമാ അസ്അലുക്കും മിൻ അജ്രിൻ, ഈ ശബ്ദം ശ്രവിക്കുന്ന ഒരാളോടും ഞങ്ങളൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. നമുക്ക് അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷേ ഈ യാഥാർത്ഥ്യം, അത് പ്രിയമുള്ളവരെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. അത് നാളെ പരലോകത്ത് വന്നുകൊണ്ട് ഇനി അറിയുന്നില്ല, അറിയിച്ചു തന്നില്ല, കണ്ടില്ല, കേട്ടില്ല എന്ന് പറയരുത്. എന്ന് പറയാനുള്ള ഒരു കഴിവും ഇല്ലാത്ത രൂപത്തിൽ തെളിവ് സ്ഥാപിക്കപ്പെടുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചു. പ്രിയമുള്ളവരെ, നമുക്കെല്ലാ അനുഗ്രഹങ്ങളും തന്നു. നാം ചോദിച്ചതും ചോദിക്കാത്തതെല്ലാം തന്നില്ലേ? നമ്മൾ ചോദിച്ചത് മാത്രമാണോ അല്ലാഹു നമുക്ക് തന്നത്? അല്ലാഹു അല്ലാതെ നമുക്ക് അനുഗ്രഹങ്ങൾ നൽകാൻ ആരുണ്ട്? പ്രിയമുള്ളവരെ, ഒന്ന് പറഞ്ഞു തരൂ, ആരാണുള്ളത്? ആ റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെ നമ്മെ സൃഷ്ടിക്കുകയും നമുക്ക് വേണ്ട എല്ലാം നൽകുകയും ചെയ്തിട്ട് നമ്മെ അവൻ വെറുതെ വിട്ടേക്കുമെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ഗംഭീരമായ ഒരു ചോദ്യം, നമ്മുടെ കാതുകളിലേക്ക് അടിച്ചു വീശേണ്ട ഒരു ചോദ്യം ചോദിക്കുന്നു. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ, മനുഷ്യരെ, ജനങ്ങളെ, നിങ്ങൾ വിചാരിച്ചു വച്ചിരിക്കുകയാണോ നിങ്ങളെ വ്യർത്ഥമായി വെറുതെ നാം സൃഷ്ടിച്ചതാണ് എന്നാണോ നിങ്ങൾ വിചാരിച്ചു വച്ചിരിക്കുന്നത്? നമ്മൾ ഈ ജീവിക്കുന്നതും, ഈ തിന്നുന്നതും, കുടിക്കുന്നതും, ജോലി ചെയ്യുന്നതും, ഉപജീവനമാർഗം തേടുന്നതും, ഇങ്ങനെ രാവിലെ രാപ്പകലുകൾ ഇങ്ങനെ മാറി മാറി വരുന്നതും, പ്രിയമുള്ളവരെ, ഇത് വെറുതെയാണ് എന്നാണോ നാം ധരിച്ചു വച്ചിരിക്കുന്നത്? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, അല്ലാഹു ചോദിക്കുന്നു, നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതേ പ്രിയമുള്ളവരെ, വെറുതെ ഇങ്ങനെ കാലം കഴിഞ്ഞ് തീരും എന്ന് നമ്മൾ വിചാരിക്കുന്നുവോ? ഇല്ല പ്രിയമുള്ളവരെ, അങ്ങനെ വെറുതെ വിട്ടേക്കുമെന്ന് നമ്മൾ ആരും ധരിച്ചു വെക്കേണ്ടതില്ല. അത് അല്ലാഹുവിന് യോജിച്ചതല്ല. മറിച്ച് നമ്മുടെ ഈ ജീവിതത്തിന്റെ അപ്പുറത്തേക്ക് എല്ലാ നീതി ന്യായവും തീർപ്പ് കൽപ്പിക്കപ്പെടുന്ന ഒരു ദിനം വരാനുണ്ട്. ആ ദിവസത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മളുള്ളത്. നമ്മളിതാ ഭൗതികമായ യാത്ര ചെയ്യുമ്പോൾ, മുസ്ലിമീങ്ങളായ നാം ഓരോരുത്തരും വാഹനത്തിൽ കയറുമ്പോൾ ഒരു പ്രാർത്ഥന പറയാറുണ്ട്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ, എനിക്ക് ഈ വാഹനം കീഴ്പ്പെടുത്തി തന്ന അല്ലാഹു തആല അവനെത്ര പരിശുദ്ധനാണ്, എന്നെ കൊണ്ട് ഇത് കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. അല്ലാഹു അതാ ദുനിയാവിലെ ഇഹലോകത്തെ നമ്മുടെ യാത്ര, ആ യാത്രയുടെ സന്ദർഭത്തിൽ ആ യാത്രക്ക് അനുയോജ്യമായ വാഹനം, അതിന്റെ അനുഗ്രഹം നമ്മെ ഓർമ്മപ്പെടുത്തി. നമുക്ക് അല്ലാഹു നൽകിയതാണ്. ഒരുപാട് അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വാഹനമെന്ന സൗകര്യം അല്ലാഹു നമുക്ക് നൽകിയതാണ്. നമ്മെ കൊണ്ടത് അതിനെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. എന്നിട്ട് അല്ലാഹു അതാ ഇഹലോകത്തെ യാത്രയോടൊപ്പം പരലോകത്തേക്കുള്ള യാത്ര ഓർമ്മപ്പെടുത്തുന്നു. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, തീർച്ചയായും നാം നമ്മുടെ റബ്ബിലേക്കാണ് മടങ്ങിപ്പോവേണ്ടത്. പ്രിയമുള്ളവരെ, ദുനിയാവിലെ ഓരോ യാത്രയിലും, അതങ്ങാടിയിലാവട്ടെ, പള്ളിയിലേക്കാവട്ടെ, ജോലി സ്ഥലത്തേക്കാവട്ടെ, ഓഫീസിലേക്കാവട്ടെ, സ്കൂളിലേക്കാവട്ടെ, കോളേജുകളിലേക്കാവട്ടെ, എവിടേക്ക് പോകുമ്പോഴും നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അർത്ഥം നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ദുനിയാവിലെ ഓരോ യാത്രയിലും പരലോകത്തേക്കുള്ള യാത്ര അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ? ഈ യാത്ര അവസാനിച്ചാൽ പിന്നീടതാ ഒരിക്കലും അവസാനിക്കാത്ത യാത്രയിലേക്ക് നാം പോവുകയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ എത്ര വാർത്തകൾ? ഇതാ വാഹനത്തിൽ കയറി ഇതാ വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞവർ പിന്നീട് വരുന്നത് മയ്യിത്തായിക്കൊണ്ടാണ്. അവരുടെ മൃതശരീരമാണ് പിന്നീട് വരുന്നത്. അതുപോലെ തന്നെ ഇതാ ഞാനിപ്പോൾ പോയിട്ട് വരാമെന്ന് പറയുന്നു, വസ്ത്രം ധരിക്കുന്നു, ആ
ഇട്ട കുടുക്ക് അത് പിന്നീട് അഴിക്കാനുള്ള ശക്തിയില്ലാതെ പിന്നീട് നിർജീവമായ ശരീരമാണ്, മൃത ദേഹമാണ് വീട്ടിലേക്ക് വരുന്നത്. പ്രിയമുള്ളവരെ, എത്ര ചിന്തിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ നോക്കൂ, ഭൗതികമായ ഓരോ യാത്രയും പരലോകത്തേക്കുള്ള യാത്ര നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാരണം ഈ ലോകത്തെ യാത്ര ഒരു ദിവസം അവസാനിക്കും. അവസാനിക്കാത്തവരായി ആരുമില്ല. ആരെങ്കിലും ഉണ്ടോ? എത്ര എത്ര ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ലോകത്തെ ഉറപ്പിച്ച സ്വേച്ഛാധിപതികളായ ഇന്നലകളിലെ ലോകം മുഴുവനും അടക്കി ഭരിച്ച രാജാക്കന്മാരിന്നെവിടെ? എവിടെ പ്രിയമുള്ളവരെ? ആരുണ്ട് ബാക്കി? അവരുടെ ഗന്ധഗോപുരങ്ങൾ, ബംഗ്ലാവുകൾ അവർ കെട്ടിപ്പടുത്തത്, അവരുടെ കിലോ കണക്കിന് ഭാരം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ, നാണയങ്ങൾ എവിടെ പ്രിയമുള്ളവരെ? എവിടെ ബാക്കിയുണ്ട്? ഇല്ല. അതൊക്കെ വിട്ടേച്ചവർ പോയി. സമയമായപ്പോൾ അവരുടെ ഭൗതികമായ യാത്ര അവസാനിച്ചു. അതേ ഭൗതികമായ യാത്ര അവസാനിച്ചാൽ പിന്നീട് പാരത്രിക ലോകത്തേക്കാണ് നമ്മുടെ യാത്ര. ആ യാത്രയെക്കുറിച്ച് നാം ചിന്തിച്ചു നോക്കൂ. ആ യാത്ര അത് അവസാനിക്കാത്ത യാത്രയാണ്. ഇവിടെയുള്ള ഓരോ യാത്രയും അവസാനിക്കും. പക്ഷെ പരലോകത്തേക്കുള്ള യാത്ര അത് അവസാനിക്കുകയില്ല പ്രിയമുള്ളവരെ. ആ യാത്ര അവസാനിക്കുകയില്ല. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ അതാ ദുനിയാവിനെ കുറിച്ച്, ഇഹലോകത്തെ കുറിച്ച് വളരെ മനോഹരമായി നമുക്ക് പറഞ്ഞു തരുന്നു. ഇതാ കേട്ടോളൂ പ്രിയമുള്ളവരെ. ഇതാണ് ഭൗതിക ലോകം, ഇതാണ് ഐഹിക ലോകം, ഇതാണ് ദുനിയാവ്. അല്ലാഹുവിന്റെ കിതാബിലുള്ള ഈ ഉപമ നിങ്ങളൊന്ന് കേട്ടുകൊണ്ട് ചിന്തിച്ചു നോക്കൂ. ഞാൻ എന്തിന് ജീവിക്കുന്നു? അല്ലാഹു പറയുന്നു, ഇഅ്ലമൂ, നിങ്ങൾ അറിയുക. ഈ ഇഅ്ലമൂ, നിങ്ങൾ അറിയുക എന്ന് പറയുന്നത് ഇവിടെയുള്ള ഓരോരുത്തരോടുമാണ്. നമ്മോട് മാത്രമല്ല, എന്നോടും ഈ ഇരിക്കുന്നവരോടും മാത്രമല്ല, മറിച്ച് ഈ ശബ്ദം ശ്രവിക്കുന്ന ആകാശത്തിന്റെ കീഴിലുള്ള ഓരോരുത്തരോടും അവനെ സൃഷ്ടിച്ച അല്ലാഹു പറയുകയാണ്, ഇഅ്ലമൂ, നിങ്ങൾ അറിയുക. നിങ്ങൾ അറിയുക, അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ഇതാ ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ്. നമ്മൾ നടന്നു നോക്കണേ. ദുനിയാവ്, നാം ഇപ്പോൾ ജീവിക്കുന്ന ഈ ജീവിതം, ഈ ലോകം, ഇതാ അല്ലാഹു പറയുന്നു ഇത് മാത്രമാണ്. എന്തൊക്കെയാണ്? ലഅബുൻ, കളിയാണ്. വലഹുൻ, വിനോദമാണ്. അല്ലേ? ദുനിയാവിൽ ഇഹലോകത്ത് ഒരുപാട് ആളുകളുണ്ട്. അവർ വിനോദത്തിലാണ്, അവർ കളിയിലും വിനോദത്തിലുമാണ്. എന്നാൽ വേറെ ചില ആളുകൾ വസീനത്തുൻ, അലങ്കാരങ്ങൾക്ക് പിന്നാലെയാണ്. ഭൗതിക ലോകത്തെ സുഖലോലുപതയുടെ പിന്നിലാണ്. വേറെ ചില ആളുകൾ വതഫാഖുറുൻ ബൈനകും, പരസ്പരം പെരുമ നടിക്കുന്നതിന്റെ പിന്നിലായിരിക്കും. എന്റെ അടുത്ത് അതുണ്ട്, എന്റെ അടുത്ത് ഇതുണ്ട്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. വേറെ ചില ആളുകളതാ സമ്പത്തിന്റെ, സന്താനങ്ങളുടെ കാര്യത്തിൽ പൊങ്ങച്ചം നടിക്കുന്നു, അഹങ്കരിക്കുന്നു. ഇതാണ് പ്രിയമുള്ളവരെ ഭൗതിക ജീവിതം. നിങ്ങൾ നോക്കൂ, ഇതല്ലാത്ത മറ്റെന്താണുള്ളത്? ഈ ദുനിയാവിൽ, ഈ ഐഹിക ജീവിതത്തിൽ, ഈ ഭൂമിയിൽ ഈ പറഞ്ഞതല്ലാതെ മറ്റെന്താണുള്ളത്? ഒന്ന് പറഞ്ഞു തരൂ. നമ്മെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബ് അല്ലാഹു തആല പറയുകയാണ്, ഇത് മാത്രമാണ് ഭൗതിക ജീവിതം. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഭൗതിക ജീവിതം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുന്നു, കമസലി ഗൈസിൻ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? കളിയും വിനോദവും അലങ്കാരവും പരസ്പരം പെരുമതടിക്കലും പൊങ്ങച്ചം കാണിക്കലും ഒക്കെ. ഇതൊക്കെ എന്താണ്? നിസാരമായ ഒരു മഴയുടെ ഉദാഹരണമാണ്. ഒരു മഴയുടെ ഉദാഹരണം മാത്രമാണ്. എന്താണ് ആ മഴയുടെ പ്രത്യേകത? അഅജബൽ കുഫാറ നബാതഹു. ആ മഴയെന്ന് ഭൂമിയെ തൊട്ടപ്പോൾ കർഷകർ അത് അത്ഭുതപ്പെടുത്തി. കർഷകരെ ആ മഴ, അവർ ആശ്ചര്യപ്പെട്ടു. കാരണം നിർജീവമായി കിടക്കുന്ന ഭൂമിയിലേക്ക് വാനലോകത്ത് നിന്ന് അല്ലാഹു മഴ വർഷിപ്പിച്ചപ്പോൾ, ആ മഴ ഭൂമിയെ തൊട്ടപ്പോൾ അതാ കർഷകന്റെ കൃഷി മുളക്കുന്നു, ധാന്യങ്ങൾക്ക് വിളവ് വരുന്നു, ഫലവർഗങ്ങൾ മുളക്കുന്നു. കർഷകർ, കൃഷി ചെയ്തവർ ആശ്ചര്യപ്പെട്ടു. അവരിങ്ങനെ അത്ഭുതപ്പെട്ടു നോക്കുകയാണ്.
ഇതാണ് പ്രിയമുള്ളവരെ ഭൗതികം, ദുനിയാവിലാണ്. നമ്മളിങ്ങനെ ഓരോ കാഴ്ച കാണുമ്പോഴും നമ്മളിങ്ങനെ അത്ഭുതപ്പെടും. ഈ കർഷകൻ അത്ഭുതപ്പെട്ടതുപോലെ നമ്മൾ ഓരോരുത്തരും ഭൗതിക ലോകത്തെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും അത്ഭുതപ്പെട്ടു പോവുകയാണ്. എന്നാൽ ആ അത്ഭുതത്തിന് തൊട്ടു പിന്നാലെ പിന്നെ സംഭവിക്കുന്നത് എന്താണ്? കർഷകനെ ആശ്ചര്യപ്പെടുത്തിയ ആ പച്ചപ്പുണ്ടല്ലോ, ആ തളിർത്തു നിൽക്കുന്ന പൂത്തു നിൽക്കുന്ന ആ ചെടികളും ആ മരങ്ങളും ആ കായ്കനികളും അതിന്റെ ഇലകളത പിന്നീട് മഞ്ഞ നിറത്തിലാകുന്നു എന്ന് പറഞ്ഞാൽ അത് ശോഷിക്കാൻ തുടങ്ങി, അതങ്ങനെ താഴേക്ക് പതിക്കാനായിരിക്കുന്നു, അതിന്റെ കാലം കഴിയാറായിരിക്കുന്നു. അങ്ങനെ അല്ലാഹു പറയുന്നു, പിന്നെ അത് കൊഴിഞ്ഞ് താഴേക്ക് വീഴുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യം ഓടി വെച്ച ആയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ചെറുപ്പത്തിൽ എല്ലാം വെട്ടിപ്പിടിക്കുമെന്ന മുഷ്ടി ചുരുട്ടി വന്ന നാം ഓരോരുത്തരും കാലങ്ങൾ കഴിയുന്നതിന് പിന്നീട് ശക്തി പ്രാപിച്ചു വന്നപ്പോൾ യൗവനത്തിൽ നാട് ഉറപ്പിച്ചിരുന്ന, വീട് ഉറപ്പിച്ചിരുന്ന, നാട്ടിലൂടെ നല്ല ശക്തിയിൽ നടന്നിരുന്ന, എല്ലാത്തിനും ഉത്സാഹമുണ്ടായിരുന്ന ആ കാലഘട്ടം സ്വന്തത്തെ നമ്മളിങ്ങനെ മസിൽ നോക്കി ആശ്ചര്യപ്പെട്ട, നമ്മുടെ ശരീരത്തിന്റെ ഭംഗി നോക്കി ആശ്ചര്യപ്പെട്ട, നമ്മളിങ്ങനെ ഈ പളവളപ്പുകൾ കണ്ട് ആശ്ചര്യപ്പെട്ട ആ കാലഘട്ടം കഴിഞ്ഞു. പിന്നീടതാ ശോഷിക്കുന്നു. പിന്നീടതാ തലയിലൊരു നര കാണുമ്പോൾ പേടി വരുന്നു. എല്ലാ ദിവസവും ഇങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് അവനവന്റെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിക്കുമ്പോൾ ഒരു ദിവസം അതാ തലമുടിയിൽ 2 നര, താടിരോമങ്ങളിൽ 2 നര. അതാ കർഷകൻ, ആശ്ചര്യപ്പെട്ട കർഷകൻ പിന്നീട് ആ കർഷകന്റെ കൃഷി താഴേക്ക് ആ മരങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്നത് പോലെ മനുഷ്യന്റെ മനസ്സത പിന്നീട് പിടക്കുകയാണ്. മനുഷ്യനിങ്ങനെ ചിന്തിക്കുകയാണ്, അതോ നരവന്നല്ലോ. ഇതാണ് പ്രിയമുള്ളവരെ ഭൗതികം. എക്കാലഘട്ടത്തിലും ഈ പച്ചപ്പും പളപളപ്പും ഈ ഭൗതിക ജീവിതത്തിലെ നല്ല രക്തത്തിളപ്പും ചോരത്തിളപ്പും ഉണ്ടാവുകയില്ല. എന്തിനാണ് ഇവിടെ ഓർമ്മപ്പെടുത്തിയത്? ഈ ഭൗതിക ജീവിതം ഇങ്ങനെ ഓർമ്മപ്പെടുത്തി അല്ലാഹു പറയുന്നു, വഫിൽ ആഖിറ, ഇങ്ങനെ ഈ പ്രായമെത്തി എല്ലുകൾക്ക് ക്ഷയം ബാധിച്ചു വയസ്സായി ദുനിയാവിലെ യാത്ര അവസാനിച്ചു കഴിഞ്ഞാൽ വഫിൽ ആഖിറ, പരലോകമുണ്ട് മനുഷ്യരെ, പരലോകമുണ്ട്. ഒരു പരലോകം വരാനുണ്ട്. ആ പരലോകത്ത് ദുനിയാവിൽ കളിച്ചും ചിരിച്ചും രസിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം മറന്നുകൊണ്ട് ജീവിച്ചാൽ അദാബുൻ ശദീദ്, കഠിനമായ ശിക്ഷയുണ്ട് കേട്ടോ. അല്ലാഹുവിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ഇനി അല്ല ദുനിയാവിന് കീഴ്പ്പെടാതെ ഭൗതിക ലോകത്ത് അല്ലാഹു നൽകിയത് പരലോകത്തേക്ക് വേണ്ട വിഭവങ്ങളായി മാറ്റിയ ബുദ്ധിമാനായ യഥാർത്ഥ സത്യവിശ്വാസിയാണോ? വമഗ്ഫിറത്തും മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനമുണ്ട്, വരുവാൻ അല്ലാഹുവിന്റെ തൃപ്തിയുണ്ട്. എന്നിട്ട് അല്ലാഹു പറഞ്ഞ കാര്യമുണ്ട് പ്രിയമുള്ളവരെ, അടിവരയിട്ട് നമ്മുടെ നെഞ്ചിൽ കൊത്തിവെച്ച് വേണം ഈ സദസ്സ് പിരിഞ്ഞു പോവാൻ. വമൽ ഹയാത്തുദ് ദുനിയാ, അല്ലാഹു പറയുന്നു, വമൽ ഹയാത്തുദ് ദുനിയാ, ഭൗതിക ജീവിതമുണ്ടല്ലോ, ഈ പറഞ്ഞ ചിരിയും കളിയും തമാശയും വിനോദവും പൊങ്ങച്ചവും അഹങ്കാരവും പെരുമ പഠിക്കലും ഒക്കെ ഉണ്ടല്ലോ, ഇല്ലാ മതാഉൽ ഗുറൂർ, വഞ്ചിക്കപ്പെടുന്ന വിഭവങ്ങൾ മാത്രമാണ്. കുറച്ചു കാലത്തേക്കേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇന്നലകളിലെ പണക്കാർ ഇന്നത്തെ പാപ്പരാണ്. ഇന്നലകളിലെ വലിയ വലിയ സാമ്രാജ്യത്വത്തിന്റെ ആളുകൾ ഇന്നിന്റെ ലോകത്ത് കൈകളിലൊന്നുമില്ലാതെ എത്ര എത്ര ആളുകളുണ്ടങ്ങനെ. ഒന്ന് നേരം ഇരുട്ടി വെളുക്കുമ്പോഴേക്കും അവസ്ഥകൾ മാറി മറിയുന്നു. പ്രിയമുള്ളവരെ, ദുനിയാവ് ഇത് മാത്രമാണ്, ഭൗതികം ഇത് മാത്രമാണ്. ഈ ഭൗതിക ജീവിതം കഴിഞ്ഞ് ഇനി പരലോകത്തേക്ക് പോകുമ്പോൾ ആ പരലോകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് ഞാൻ പറഞ്ഞില്ലേ? ശരിയായ രൂപത്തിലുള്ള ഉത്തരം നൽകാൻ നമ്മെ സൃഷ്ടിച്ച റബ്ബിന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. പലർക്കും പല അഭിപ്രായങ്ങളുമുണ്ട്. മരണത്തോടെ എല്ലാം അവസാനിക്കുമെന്ന് പറയുന്നവരുണ്ട്.
മരണാനന്തരം പിന്നീട് മറ്റു വല്ലതുമായി പുനർജനിക്കുമെന്ന് പറയുന്നവരുണ്ട്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ളത് വിശ്വസിക്കാനും പറയാനും പ്രബോധനം ചെയ്യാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഓരോരുത്തർക്കും പറയാം. പക്ഷേ യാഥാർത്ഥ്യം എന്താണ് എന്ന് നിങ്ങൾ അറിയണം. മരണാനന്തരം അങ്ങനെ തീർന്നു പോവുകയില്ല പ്രിയമുള്ളവരെ. ഈ ജീവിതം അങ്ങനെ ഒരു അർത്ഥവുമില്ലാതെ തീർന്നു പോകുന്നതാണ് ഈ ജീവിതമെങ്കിൽ ഈ ലോകത്ത് നീതി കിട്ടാത്തവർക്ക് എവിടെ നീതി കിട്ടും? ഇവിടെ ആക്രമിക്കപ്പെട്ടവരില്ലേ? അവരവരുടെ അവകാശങ്ങൾ കിട്ടാത്തവരില്ലേ? സുഖസൗകര്യങ്ങൾ അനുഭവിക്കാത്തവരില്ലേ? അവർക്ക് എവിടെ നിന്ന് കിട്ടും ഈ നീതി? എവിടെ നിന്ന് കിട്ടും ഈ ന്യായം? അവർക്ക് എവിടെ സുഖവും സൗകര്യവും സമാധാനവും ആശ്വാസവും ഉത്തരവുണ്ടോ? മതനിഷേധികൾ, മതമില്ല എന്ന് പറയുന്നവർ, ഈ ലോകത്തിന് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല എന്ന് പറയുന്നവർ, അവർ എളുപ്പപ്പണിക്ക് വേണ്ടി ജനങ്ങളെ നമ്മളെ പറ്റിക്കുന്നതാണെന്ന്. ഇത് കഴിഞ്ഞാൽ പിന്നൊന്നുമില്ല, ഇത് കഴിഞ്ഞാൽ പിന്നൊന്നുമില്ല എന്ന് മതനിഷേധി പറഞ്ഞാൽ പിന്നെ അവന് പേടിക്കേണ്ടതില്ലല്ലോ. എന്നാൽ എല്ലാവരും, മതമുള്ളവനും മതമില്ലാത്തവരും മുസ്ലിമും അല്ലാത്തവരും എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നതാണ് നമ്മളെല്ലാവരും മരിക്കും. ഈ യാത്ര അവസാനിക്കുമെന്ന് പറഞ്ഞില്ലേ? ആ യാത്ര അവസാനിച്ച് വാഹനം ഓഫ് ചെയ്ത് ചാവിയുമായി ഇങ്ങനെ അത് പോക്കറ്റിലിട്ട് വീട്ടിലേക്ക് പോയി കിടന്നുറങ്ങലല്ല പ്രിയമുള്ളവരെ പരലോകത്തേക്കുള്ള നമ്മുടെ യാത്ര അവസാനിക്കൽ. നമ്മുടെ ദുനിയാവിലെ യാത്ര അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. പിന്നതൊക്കെ ആളുകൾ ചെയ്തോളും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഈ ധരിച്ച വസ്ത്രം പിന്നെ എനിക്കഴിക്കാൻ കഴിയുകയില്ല. ആ മരണപ്രാളം നമ്മുടെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടുത്താൻ ഒരു വൈദ്യനുമില്ല, ഒരു ഡോക്ടറുമില്ല. ഭൂമി ലോകത്ത് പിന്നെ ഒരു മരുന്നുമില്ല പ്രിയമുള്ളവരെ. ആ വിളിക്ക് ഉത്തരം നൽകാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ആ വിളിക്ക് ഉത്തരം നൽകിയാൽ പിന്നെന്താണ്? അതാ കണ്ണടച്ചു കഴിഞ്ഞാൽ പിന്നീട് അല്ലാഹുവിന്റെ മലക്കുകൾ വരുന്നു, മലക്കുൽ മൗത്ത് വരുന്നു, നമ്മുടെ ഈ ആത്മാവ് ഏറ്റെടുക്കുന്നു. പ്രിയമുള്ളവരെ, ആ മരണത്തെ കുറിച്ച് പറയുമ്പോൾ ഈ മരണത്തിൽ നിന്നാണ് നമ്മളെല്ലാവരും ഓടി ഒളിക്കുന്നത്. ഒരു വാഹനം നമ്മുടെ നേരെ എതിരേക്ക് വരുമ്പോൾ നാം ആ വെട്ടിച്ചു പോകുന്നുണ്ടല്ലോ, അതുപോലെയാണ് നമ്മളെല്ലാവരും മരണത്തിൽ നിന്ന് ഓടി അകലാൻ ശ്രമിക്കുന്നത്. പക്ഷേ അല്ലാഹു പറയുകയാണ്, ഖുൽ, പറയുക നബിയേ, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും. ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടി അകലാൻ ശ്രമിക്കുന്നത്, ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. ആ മരണം പിടികൂടുക തന്നെ ചെയ്യും. അല്ലാഹു പറഞ്ഞു, നിങ്ങളെവിടെയായിരുന്നാലും ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, ശക്തമായ ഒരു കോട്ടക്കകത്ത്, ഭദ്രമായ ഒരു കോട്ടക്കകത്ത് ചെന്ന് നിങ്ങൾ ഒളിച്ചിരുന്നാലും ശരി, അല്ലാഹുവിന്റെ മലക്കുൽ മൗത്ത് വന്ന് നിങ്ങളുടെ ആത്മാവിനെ ഏറ്റെടുക്കുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, ആ യാത്ര, ആ മരണം, അത് കഴിഞ്ഞാൽ, ആ മരണം കഴിഞ്ഞാൽ പിന്നീട് വിശാലമായ അനന്തമായ പരലോകമാണ്. പിന്നീട് നമ്മൾ ഖബറിലേക്ക് ചെല്ലുന്നു. എല്ലാവരും മറമാടപ്പെടും. പല രൂപത്തിൽ മരണാനന്തര ക്രിയകൾ ചെയ്യാറുണ്ട്. ആ ഖബറിലേക്ക് വെക്കപ്പെട്ടു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ മരണശേഷം അതാ അല്ലാഹുവിന്റെ മലക്കുകൾ വരുന്നു. എല്ലാവരോടും ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യത്തിന് എല്ലാവരും ബാധ്യസ്ഥരാണ്. എല്ലാവരോടും ചോദിക്കും. അത് മറമാടപ്പെട്ടവരോടായാലും ശരി, ദഹിപ്പിക്കപ്പെട്ടവരോടായാലും ശരി, കടലിനടിയിൽ കാണാതെ പോയവരായാലും ശരി, മത്സ്യം വിഴുങ്ങിയവരായാലും ശരി, എന്ത് ചെയ്താലും ശരി, എല്ലാവരും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. ഒന്നാമത്തെ ചോദ്യം മൻ റബ്ബുക എന്നായിരിക്കും. ആരാണ് നിന്റെ റബ്ബ് എന്നായിരിക്കും ചോദ്യം. പ്രിയമുള്ളവരെ, ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ എങ്ങനെയാണ് ഉത്തരം പറയേണ്ടത്? എന്താണ് ഉത്തരം പറയേണ്ടത്? റബ്ബി അല്ലാഹ് എന്നുത്തരം പറയണം. എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് ഉത്തരം പറയാൻ സാധിച്ചവൻ രക്ഷപ്പെട്ടു.
രണ്ടാമത്തെ ചോദ്യം, നിന്റെ ദീൻ ഏതാണ്, നിന്റെ ആദർശം ഏതാണ് എന്നാണ്. ദീനിയൽ ഇസ്ലാം, എന്റെ മതം ഇസ്ലാമാകുന്നു എന്ന് പറയാൻ സാധിക്കണം. മൂന്നാമത്തേത് നമ്മുടെ പ്രവാചകനെ കുറിച്ചാണ്. ആരാണ് നിന്റെ നബി, നിന്നിലേക്ക് അയക്കപ്പെട്ട വ്യക്തി ആരാണ് എന്ന് ചോദിക്കപ്പെടുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുത്തരം പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഖബർ സ്വർഗ്ഗ പൂന്തോപ്പായി മാറുകയാണ്. അതല്ല എങ്കിൽ ആ ഖബർ പിന്നീട് നരക ശിക്ഷയുമായി നിറയുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഇതാ ഇന്ന് ഈ സെക്കൻഡ് ഇപ്പോൾ മരിച്ച ആളുകൾ ഇനി അഭിമുഖീകരിക്കാനിരിക്കുന്ന കാര്യമാണ്. നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്തിരിക്കുന്നു. അടുത്ത നിമിഷം നമ്മളായിരിക്കും ആ ചോദ്യത്തിന് വിധേയരാവുക. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ എന്തുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ കയ്യിൽ? ഈ ലോകത്ത് ഒരുപാട് കാലം ജീവിച്ചല്ലോ, എന്തുണ്ട് നമ്മുടെ കയ്യിൽ? അല്ലാഹു ചോദിക്കുന്നു, നമ്മുടെ സത്താവ് ചോദിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖ്വല്ലാഹ്, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും എന്താണ് സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ളത്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. പ്രിയമുള്ളവരെ, ഈ ദുനിയാവിൽ ഈ ഐഹിക ലോകത്ത് ജീവിച്ചു പോകുന്ന നമ്മൾ ഓരോരുത്തരും നമ്മോട് ചോദിക്കൂ, നാളേക്ക് വേണ്ടി എന്തുണ്ട്, ഏതാണ് ആ നാളെ? ഞാനിപ്പോൾ പറഞ്ഞ ആ നാളെയാണ്. ഇപ്പോൾ എന്റെ ശ്വാസം ഇവിടെ നിലക്കുകയാണെങ്കിൽ എന്റെ നാളെ ആരംഭിച്ചു. നാളത്തെ തീയതിയല്ല നാളെ. നാളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസം അവസാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാളെ ആരംഭിച്ചു. പ്രിയമുള്ളവരെ, ആ നാളേക്ക് വേണ്ടി എന്തുണ്ട്? ആ നാളേക്ക് വേണ്ടി നമ്മുടെ ജീവിത ലക്ഷ്യം പൂർത്തീകരിച്ചോ? പ്രിയമുള്ളവരെ, ആദ്യത്തെ പ്രഭാഷണത്തിൽ നമ്മൾ കേട്ടില്ലേ, വിശാലമായി കേട്ടില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പടച്ചത് അവനെ മാത്രം ആരാധിക്കുന്ന, അവന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി തീരുവാൻ വേണ്ടിയാണ്. ഇതൊരിക്കലും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനം, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന പ്രഖ്യാപനം, പ്രിയമുള്ളവരെ, ഒരിക്കലും വർഗീയ പരാമർശമല്ല, മറിച്ച് ഇത് ഐക്യത്തിന്റെ വിളിയാണിത്. വിളിക്കുന്നത് എവിടേക്കാണ്? ഏതെങ്കിലും ഗോത്രങ്ങളിലേക്കാണോ? ഏതെങ്കിലും രാജ്യത്തേക്കാണോ? ഏതെങ്കിലും പാർട്ടികളിലേക്കാണോ? അല്ല പ്രിയമുള്ളവരെ, ആകാശലോകത്തിന്റെ സത്താവിലേക്കാണ് വിളിക്കുന്നത്. ഏതൊരു സത്താവിന്റെ അനുഗ്രഹങ്ങളാണോ നമ്മളെല്ലാവരും അനുഭവിക്കുന്നത്, ആ സത്താവിലേക്കാണ് വിളിക്കുന്നത്. ഏതൊരു സത്താവാണോ നമുക്ക് ഈ ഭൂമി വിശാലമാക്കി തന്നത്, ആ സത്താവിലേക്കാണ് വിളിക്കുന്നത്. ആകാശം ഒരു മേൽക്കൂരയാക്കി തന്ന സത്താവ് റബ്ബ് അല്ലാഹു, അവനിലേക്കാണ് പ്രിയമുള്ളവരെ വിളിക്കുന്നത്. ഇതൈക്യത്തിന്റെ മാനവികതയുടെ സ്വരമാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നത് പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അതിന്റെ താല്പര്യങ്ങളും ആ ജീവിത ലക്ഷ്യം മനസ്സിലാക്കാനാണ് ഭൗതിക ജീവിതം, ദുനിയാവിന്റെ നിലവാരത്തെക്കുറിച്ച് സൂചിപ്പിച്ചത്. ഇതൊന്നുമല്ല പ്രിയമുള്ളവരെ, ഈ ജീവിതം എന്നതൊന്നുമല്ല. നമ്മളാരും വഞ്ചിതരായി പോകരുത് എന്നാവർത്തിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കവി, അറബി കവി ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിലേക്ക് ചേർത്തി പറയപ്പെട്ട ഒരു കവിതയിൽ നമുക്ക് ഇപ്രകാരം കാണാം. എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ള ചില വരികളാണിത്. മനോഹരമായ ചില വരികളാണ്. നമ്മെ ചിന്തിപ്പിക്കുന്ന അനേകം കാര്യങ്ങൾ നമുക്ക് ഉണർത്തിത്തരുന്ന മനോഹരമായ വരികൾ നമുക്ക് ഇപ്രകാരം കാണാം. തസവ്വദു മിനത് തഖ്വാ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. മനുഷ്യ, നീ തഖ്വ നേടിക്കൊള്ളുക. എന്താണ് തഖ്വ? നീ നിന്നെ സൃഷ്ടിച്ച അല്ലാഹുവിനെ സൂക്ഷിക്കുക, അവന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കുക, അവനെ മാത്രം ആരാധിക്കുക, അവന്റെ റസൂലിനെ പിൻപറ്റുക സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപൂർണമായി. അങ്ങനെ നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. കാരണം ഫഇന്നക ലാ തദ്രി,
നിനക്കറിയില്ല ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി, ഈ രാത്രിയുണ്ടല്ലോ, ഈ കൂരിരുട്ട് പടർന്ന ഈ രാത്രിയുണ്ടല്ലോ, ഈ രാത്രി മാറി പിന്നീട് നീ പുലരിയിലേക്ക് പകലിലേക്ക് വരുമോ എന്ന് നിനക്കറിയില്ല മനുഷ്യ. പ്രിയമുള്ളവരെ, എത്ര ആളുകളുണ്ട് രാത്രി സുഖമായി കിടന്നുറങ്ങിയില്ലേ? നേരം പുലർന്നോ? നേരം പുലർന്നില്ല. കഴിഞ്ഞ വർഷം ഇതേ മാസത്തിൽ നമ്മൾ വ്യസനത്തോടെ വേദനയോടെ കേട്ടുപോയ വാർത്തയില്ലേ പ്രിയമുള്ളവരെ? വയനാടിന്റെ മണ്ണിലുണ്ടായ ഉരുൾപൊട്ടൽ. രാത്രി സുഖമായി ഭക്ഷണം കഴിച്ച് നല്ല സമാധാനത്തോട് കൂടി കിടന്നുറങ്ങിയ ആളുകൾ, നമ്മുടെ സഹോദരങ്ങൾ, അവിടെയുള്ള ആളുകൾ, മനുഷ്യർ, പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ അവരിൽ പലരും ഈ ലോകത്തില്ല. അവരുടെ പലരുടെയും ചേതനയറ്റ ശരീരത്തിന്റെ കഷ്ണങ്ങളാണ് പിന്നീട് എടുക്കപ്പെട്ടത്. അതും കിലോമീറ്റർ കണക്ക് അപ്പുറത്ത് പോയിട്ടാണ് പലരും കിട്ടിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ചിന്തിച്ചോ, ഈ രാത്രി കഴിഞ്ഞാൽ, ഈ രാത്രി നമ്മയും കൊണ്ട് മൂടിക്കഴിഞ്ഞാൽ, ഈ രാത്രി കഴിഞ്ഞടുത്ത നേരം പുലരുമ്പോൾ ഞാനും നിങ്ങളും ബാക്കിയുണ്ടാകുമോ എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എല്ലാം അവിടെ മാറ്റിവെക്കൂ. പറയുന്ന ആളുകളെ നിങ്ങൾ നോക്കണ്ട. കുറെ ആളുകൾ ഇങ്ങനെ പറയും, ഇതെല്ലാവരും ഇങ്ങനെ മൈക്കേട്ടി പ്രസംഗിക്കും, കുറച്ചു നേരം പ്രസംഗിക്കും, ഓരോന്റെ സമയം കഴിഞ്ഞാൽ പോകും എന്ന് പറഞ്ഞ് ഈ വാക്കുകളെ നിങ്ങൾ നിരാകരിക്കരുതേ പ്രിയമുള്ളവരെ എന്നാണ് ആത്മാർത്ഥതയോടുകൂടി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിന്റെ മുന്നിൽ ചെരുപ്പില്ലാതെ ചേലാകർമ്മം ചെയ്യപ്പെടാതെ, വസ്ത്രമില്ലാതെ, കയ്യിലൊന്നുമില്ലാതെ നമ്മളെല്ലാവരും ചെന്ന് നിൽക്കേണ്ടവരാണ്. അന്ന് എല്ലാ വാശിയും അവസാനിക്കും, എല്ലാ വർഗീയതയും അവസാനിക്കും, എല്ലാവിധ സ്പർദ്ധകളും അവസാനിക്കും. അന്നൊന്നും ഉണ്ടാവുകയില്ല. അന്നൊന്നും പറഞ്ഞു തന്നിട്ടില്ല എന്ന് വിലപിക്കരുത്. അള്ളാഹു പറഞ്ഞില്ലേ? ചില ആളുകൾ പറയും, പരലോകത്തെത്തിയിട്ട് നരകത്തിന്റെ തീയിൽ വെന്തെരിയുമ്പോൾ ചില ആളുകളുടെ പരാമർശം, അവരുടെ വാക്കുകൾ ഇപ്രകാരമാണ്: ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു, നമ്മൾ കേട്ടിരുന്നുവെങ്കിൽ, നമ്മളൊന്ന് ബുദ്ധി കൊടുത്ത് ചിന്തിച്ചിരുന്നുവെങ്കിൽ. പരലോകത്ത് വിലപിക്കുന്നതിന് മുന്നേ പ്രിയമുള്ളവരെ ചിന്തിച്ചുകൊള്ളൂ. എന്നിട്ട് ആ കവി അതാ വിശദീകരിക്കുന്നു: فكم من عروس زينوها لزوجها وقد قبضت أرواحهم ليلة القدر. എത്ര മണവാട്ടിമാർ, മണവാളന്മാർ അവരുടെ വിവാഹ ദിവസം അണിയിച്ചൊരുക്കപ്പെട്ടു. പക്ഷെ അവരുടെ ആദ്യ രാത്രി പൂവണിയുന്നതിന് മുന്നേ അതാ മരണം അവരുടെ ജീവിതത്തിന്റെ നടുവിലേക്ക് കടന്നു വന്നു. എത്ര സംഭവങ്ങൾ പ്രിയമുള്ളവരെ നാം ചിന്തിച്ചോ? ദുനിയാവിന്റെ നിസ്സാരത നമുക്ക് ബോധ്യപ്പെട്ടോ? വലിയ സ്വപ്നവുമായി പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു പോകാനിരിക്കുന്ന മണവാളന്മാരുടെ ഇടയിലേക്കതാ മരണം കടന്നു വരുന്നു. തീർന്നില്ല. وكم من صغار يرتجى طول عمرهم وقد أدخلت أرواحهم ظلمة القبر. എത്ര ചെറിയ പിഞ്ചോമനകൾ, ചെറിയ മക്കൾ, അവരുടെ മാതാപിതാക്കൾ അവരെ കുറിച്ച് വലിയ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അവരുടെ ആ പിഞ്ചു ശരീരങ്ങൾ അതാ ഖബറിന്റെ ഇരുട്ടറകൾക്കുള്ളിൽ വെക്കപ്പെട്ടിരിക്കുന്നു. ചിന്തിച്ചു നോക്കൂ പ്രിയമുള്ളവരെ, പ്രായമൊരു തടസ്സമാണോ? ഈ യാത്ര അവസാനിക്കാൻ പ്രായമൊരു തടസ്സമാണോ? ഒരുപാട് കാലം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണോ? ചെറിയ എത്ര മക്കൾ പിരിഞ്ഞു പോയിട്ടുണ്ട്, മരിച്ചു പോയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇനി നിങ്ങൾ നോക്കൂ. വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനൻ മിൻ അദ്ദർ. എത്ര അരോഗ ദൃഢഗാത്രരായ, നല്ല ആരോഗ്യമുള്ള, നല്ല മസിൽ വലിപ്പമുള്ള, നല്ല ശരീരത്തിന്റെ ഘടനയുള്ള എത്ര ആളുകൾ ഒരു രോഗവുമില്ലാതെ മരിച്ചുപോയിരിക്കുന്നു. എന്നാൽ അതാ നിത്യരോഗികളായ ആളുകൾ ഒരുപാട് കാലം ജീവിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, രോഗം ഒരു തടസ്സമല്ല. രോഗം വന്ന എല്ലാവരും മരിച്ചു പോകുന്നില്ല. പക്ഷേ ഒരു രോഗമില്ലാത്ത എത്രയോ ആളുകൾ മരിച്ചുപോയില്ലേ? യുവാക്കളെ, യുവതികളെ, ചെറുപ്പക്കാരെ, നാം മാറ്റത്തിന് തയ്യാറായോ? നമ്മുടെ ജീവിത ലക്ഷ്യം പൂർത്തീകരിച്ചോ? നമ്മുടെ റബ്ബിന്റെ വിളിക്ക് ഉത്തരം നൽകിയോ? അവരേച്ച പ്രവാചകൻ ഉത്തരം നൽകിയോ? ഇനി തീർന്നോ പ്രിയമുള്ളവരെ? وكم من فتى أمسى وأصبح ضاحكا
വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. എത്ര യുവാക്കൾ യുവതികൾ അവരതാ പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രവേശിക്കുന്നു, ചിരിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടും. നിങ്ങൾ കണ്ടില്ലേ ഈ അങ്ങാടികളിലൂടെ എത്ര ചെറുപ്പക്കാർ, സഹോദരങ്ങൾ, സഹോദരിമാർ നടന്നുപോയി ചിരിച്ചും കളിച്ചും അവരുടെ കോളേജുകൾ വിട്ടും അവരുടെ ജോലി കഴിഞ്ഞും അങ്ങനെ ചിരിച്ചും കളിച്ചും അങ്ങനെ രസിച്ച് മുന്നോട്ട് പോയ കാഴ്ചകൾ, പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. എന്നാൽ വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി, ആ യുവതിയെ, ആ യുവാവിനെ പുതക്കാനുള്ള കഫൻ പുടവ അടുത്ത കടയിൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആ ചിരി അവസാനിച്ചു, ആ ചിരി എന്നേക്കുമായി മാഞ്ഞു. അതാ പിന്നീട് ആ ശരീരമെടുത്ത് കഫൻ പുടവയിൽ പൊതിയുന്നു, കൊണ്ടുപോയി 6 അടി മണ്ണിൽ അടക്കം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ചിന്തിച്ചു നോക്കിയോ? എത്ര മനോഹരമായ വരികളാണ്. പ്രിയമുള്ളവരെ, ചിന്തിച്ചു നോക്കൂ. നമ്മളെ എത്ര മനോഹരമായ രൂപത്തിലാണ് ചിന്തിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അത് പൂർത്തീകരിക്കാൻ നാം അഹോരാത്രം പരിശ്രമിക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, ഈ ജീവിതത്തിന്റെ അപ്പുറത്തേക്ക് ഒരു ബർസഖി ജീവിതമുണ്ട്, അഥവാ മരണാനന്തരം പരലോകത്തേക്ക് പോകുന്നതിനിടയിൽ അതിന്റെ ഇടയിൽ ഇറങ്ങാനുള്ള സ്ഥലമാണ് നമ്മുടെ ഖബറുകൾ. നമ്മെ മറമാടപ്പെടുമ്പോൾ, അതല്ലെങ്കിൽ നമ്മെ ദഹിപ്പിച്ചു കഴിഞ്ഞാൽ ഏത് രൂപത്തിലുള്ള മരണാനന്തര ക്രിയകൾ ചെയ്ത് പറഞ്ഞയച്ചുവോ പരലോകത്തിന് മുന്നേ നാം ഇറങ്ങുന്ന സ്ഥലമാണത്. ആ പരലോകത്തേക്ക് അതിനു മുന്നേ ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് ഈ ലോകം മുഴുവനും ഒരു ദിവസം അവസാനിക്കും, ഖിയാമത്ത് വരാനുണ്ട്. ഏറ്റവും വലിയ ഖിയാമത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും അതാ ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, ആരാണ് നമ്മെ ഈ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചത് എന്ന് പറഞ്ഞ് ഒരേ ലക്ഷ്യം വെച്ചതാ അർദുൽ മഹ്ശറിലേക്ക് ഓടുകയാണ് എല്ലാവരും, നേരത്തെ പറഞ്ഞ രൂപത്തിൽ. എന്നിട്ട് റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. പ്രിയമുള്ളവരെ, പിന്നീട് സ്വർഗവും നരകവും ഉണ്ട്. സ്വർഗവും നരകവും എന്നത് കേവലം ഒരു മിഥ്യാധാരണയല്ല, അത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, സ്വർഗവും നരകവും എന്നൊന്നില്ല എങ്കിൽ ഈ ദുനിയാവിൽ അതിക്രമകാരികളായ ആളുകൾക്ക് എവിടെ വെച്ച് ശിക്ഷ കിട്ടും? പിന്നെ സ്വർഗമുള്ളത് കൊണ്ടല്ലേ പ്രിയമുള്ളവരെ ഈ ലോകത്ത് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മെ അത് പ്രേരിപ്പിക്കുന്നത്. നരകമെന്നത് നരകശിക്ഷയെ പേടിച്ചതുകൊണ്ടല്ലേ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മെ അത് പ്രേരിപ്പിക്കുന്നത്. സ്വർഗവും നരകവുമുണ്ട്. സ്വർഗമെന്നത് വിശാലമായ ആകാശഭൂമികളുടെ വിശാല വിസ്തൃതിയാണ് അതിനുള്ളത്. അള്ളാഹു അതൊരുങ്ങി വെച്ചിട്ടുള്ളത് സച്ചരിതരായ അവന്റെ അടിമകൾക്കാണ്. ആദ്യത്തെ പ്രഭാഷണത്തിൽ നാം കേട്ട തൗഹീദ് എന്ന അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ആ കാര്യമുണ്ടല്ലോ, അതാണ് സ്വർഗത്തിന്റെ താക്കോൽ. ആ താക്കോലുമായി പരലോകത്ത് വന്നവർക്ക് മാത്രമേ അത് തുറക്കാൻ സാധിക്കുകയുള്ളൂ. അവരെ മാത്രമേ മലക്കുകൾ അതിലേക്ക് ആനയിപ്പിക്കുകയുള്ളൂ. എല്ലാവരെയും അള്ളാഹു അതിലേക്ക് വിളിച്ചിരിക്കുന്നു. നമുക്ക് കുറച്ച് മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ളതല്ല, എല്ലാവരെയും അള്ളാഹു വിളിച്ചിരിക്കുന്നു. കാരുണ്യവാനായ സത്താവ് വിളിച്ചിരിക്കുന്നു. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് അള്ളാഹു വിളിച്ചിരിക്കുന്നു. ഈ ലോകം ദുനിയാവ് പുറമുള്ളവരെ നേരത്തെ പറഞ്ഞതുപോലെ പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളുമാണ്, പരീക്ഷണങ്ങളാണ്, രോഗങ്ങളാണ്, കടബാധ്യതകളാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യർ അലയുകയാണ്. ഒരു സമാധാനം വേണ്ടേ? ആ സമാധാനത്തിന്റെ ഭവനമാണ് സ്വർഗം. ആ സ്വർഗത്തിന്റെ താക്കോല് തൗഹീദാണ്. ആ തൗഹീദ് സ്വീകരിച്ചാൽ അല്ലാഹു തആല സ്വർഗം നൽകും. ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. എന്നാൽ അതിനെ നിരാകരിച്ചവർ, അവനയച്ച റസൂലിനെ നിഷേധിച്ചവർ, അവർക്ക് ചെന്ന് പതിക്കാനുള്ളത് നരകമാണ്. ആ നരകം അള്ളാഹു നമ്മെ അറിയിച്ചിരിക്കുന്നു, അതിൻ്റെ ഗാംഭീര്യതയും അതിൻ്റെ ഭീകരതയും. ആ നരകത്തിൽ നമ്മളിവിടെ കത്തിക്കുന്ന ഏറ്റവും
ഏറ്റവും ചൂടേറിയ തീയുടെ 69 കൂടി അങ്ങനെ 70 ഇരട്ടി ചൂടാണ് നരകത്തിനുള്ളത്. പ്രിയമുള്ളവരെ, ഇതൊക്കെ വെറുതെ ഇങ്ങനെ ആളുകളെ പേടിപ്പിക്കാൻ പറയുന്നതല്ല. പരലോകം എന്ന യാഥാർത്ഥ്യ ബോധം നമുക്കുണ്ടായിത്തീരണം. നേരത്തെ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഇതാ ഞാൻ ഈ സംസാരിക്കുന്നു, നിങ്ങൾ ഈ കേൾക്കുന്നു, ഒരുപാട് ആളുകൾ ഇതാ ജനിക്കുന്നു, മരിക്കുന്നു, രാത്രിയാകുന്നു, പകലാകുന്നു എങ്കിൽ പ്രിയമുള്ളവരെ, പരലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നുറച്ചു വിശ്വസിച്ചോളൂ. അതിലാണ് രക്ഷയുള്ളത്, അതിലാണ് സമാധാനമുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഫലസ്തീനിന്റെ മണ്ണിൽ ഉപദ്രവിക്കപ്പെടുന്നു. അതാ ബോംബ് വന്ന് തലയിലേക്ക് പതിക്കുന്നു, മരിച്ചു വീഴുന്നു. പക്ഷേ അപ്പോഴും അവർക്ക് പറയാനുള്ളത് ഹസ്ബി അല്ലാഹ്, നമുക്ക് നമ്മുടെ റബ്ബ് മതി എന്നാണ്. അവർക്ക് പറയാനുള്ളത് അല്ലാഹു അക്ബർ എന്നാണ്. അതൊരിക്കലും ഭീകരവാദത്തിന്റെ വാക്കല്ല പ്രിയമുള്ളവരെ, അതൊരിക്കലും തീവ്രവാദത്തിന്റെ വാക്കല്ല പ്രിയമുള്ളവരെ. തെറ്റിദ്ധരിച്ചു പോകരുത്. അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്ന് പറഞ്ഞാൽ 7 ആകാശങ്ങൾ സൃഷ്ടിച്ചവനായ അള്ളാഹു വലിയവനല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. 7 ഭൂമികൾ സൃഷ്ടിച്ചവൻ വലിയവനല്ലേ? നമുക്കെല്ലാം സംവിധാനിച്ചു നൽകിയ അള്ളാഹു വലിയവനല്ലേ? അത് പ്രഖ്യാപിക്കൽ എങ്ങനെയാണ് പ്രിയമുള്ളവരെ ഭീകരവാദമാകുന്നത്? ഇനി ഏതെങ്കിലും വിവരദോഷി അതും പറഞ്ഞു വല്ല ഭീകരവാദത്തിന്റെ പണിയെടുത്താൽ അതിന് അല്ലാഹുവോ അവന്റെ ദീനോ മുസ്ലിമീങ്ങളോ ഉത്തരവാദികളുമല്ല പ്രിയമുള്ളവരെ. അങ്ങനെയുള്ളവരെ നാം ഒരിക്കലും നമ്മുടെ പോക്കറ്റിൽ വെച്ച് സംരക്ഷിക്കുകയുമില്ല എന്നും ഇതാ ഇവിടെ വെച്ച് ആണയിട്ട് ബോധിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ദീൻ എന്നത് സുതാര്യമാണ്, ലളിതമാണ്, സത്യമാണ്. അതെവിടെ നിന്നും ഉറക്കെ പ്രഖ്യാപിക്കാൻ സാധിക്കുന്നതാണ്. അതാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. അതാണ് പ്രിയമുള്ളവരെ നമുക്ക് ലക്ഷ്യബോധം ഉണ്ടാക്കുന്നത്. അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും ആ ലക്ഷ്യബോധം നൽകുമാറാവട്ടെ. അത് പൂർത്തീകരിക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. തെറ്റിദ്ധരിച്ചു പോയ ആളുകൾക്ക് നമ്മുടെ ഈ ചെറിയ എളിയ സംസാരം വെള്ളി വെളിച്ചമേകുമെന്ന് പ്രതീക്ഷിക്കട്ടെ. അല്ലാഹു അതിന് സഹായിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ പരലോകം നന്നാക്കി തരുമാറാവട്ടെ. നമ്മുടെ അന്ത്യം, നമ്മുടെ മരണം ഏറ്റവും നല്ല രൂപത്തിലാക്കി നൽകുമാറാവട്ടെ. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഏറ്റവും നല്ല രൂപത്തിൽ, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പാപക്കറകളിൽ നിന്ന് മുക്തമായ രൂപത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ പാപങ്ങൾ പുറത്തു നൽകുമാറാവട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും, അധർമ്മങ്ങളിൽ നിന്നും, കുഴപ്പങ്ങളിൽ നിന്നും അള്ളാഹു തആല നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കരങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാവിധ പാപക്കറകളും അള്ളാഹു തആല കഴുകി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് നമുക്ക് നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാ പൗരോഹിത്യത്തിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്നും നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. യഥാർത്ഥ സത്യപാത നമുക്ക് അള്ളാഹു തുറന്നു നൽകുമാറാവട്ടെ. തെറ്റിദ്ധരിച്ചു പോയവർക്ക് അള്ളാഹു ശരിയായ വഴി കാണിച്ചു നൽകുമാറാവട്ടെ. വല്ലാഹു തആല അഅല വ അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته. സംസാരങ്ങൾ സാഗൂതം ശ്രമിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. അതോടൊപ്പം പ്രിയമുള്ളവരെ, ഈ അടുത്ത പ്രദേശങ്ങളിൽ ആഴ്ചയിൽ മതപഠന ക്ലാസ്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നിത്യജീവിതത്തിലെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ക്ലാസുകൾ ഉണ്ടാവാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ നിങ്ങൾക്ക് സമീപിച്ചാൽ കൃത്യമായി വിവരം കിട്ടും എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.